ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പെസഹ വ്യാഴമാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി നേരുകയാണ്. ഇന്ന് നമ്മൾ പല സംഭവങ്ങളാണ് ഓർക്കുക. ഒന്ന്, ഈശോ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിനെ ഓർക്കുന്നു. ശിഷ്യന്മാരോടൊപ്പമായിരുന്നപ്പോൾ അന്ത്യ അത്താഴ സമയത്ത് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇതിനോടൊപ്പം തന്നെയാണ് പൗരോഹിത്യം എന്ന കുദാശയും സ്ഥാപിക്കപ്പെടുക. പൗരോഹിത്യത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാം വളരുക. മൂന്നാമതായിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ എളിമയുടെ ശുശ്രൂഷയുടെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. തന്നെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൂദാശകളിലൂടെ മാതൃകയിലൂടെ ഈശോ നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു വചനം അച്ഛൻ ശ്രദ്ധയപ്പെടുത്തിട്ട്, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. നമ്മുടെ എല്ലാ ശുശ്രൂഷകളും, എല്ലാ കൂദാശകളും, എല്ലാ വചനങ്ങളും നമ്മളെ ക്ഷണിക്കുക ഇതുപോലൊരു ശുശ്രൂഷയുടെ തലത്തിലേക്കാണ്. എളിമയുടെ ലാളിത്യത്തിൻ്റെ തലത്തിരുന്ന് ക്രിസ്തു കാണിച്ചു തന്നപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് എല്ലാവരും നിറയ്ക്കുക. നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കാര്യങ്ങൾ പോകാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. പക്ഷേ വ്യക്തിയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ നിന്നെ തന്നെ പങ്കുവെച്ച് കളിക്കുക. വലിയൊരു അനുഭവത്തിൽ നിറയുമ്പോൾ നിന്റെ മാതൃക, ശുശ്രൂഷയുടെ മാതൃക എന്ന് ഓർക്കുമ്പോഴും മറ്റുള്ളവർക്ക് ശുശ്രൂഷ നൽകുവാനും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകുവാനുമായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.